ലൈഫിൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ടെൻസ്ഡ് ആക്കുന്നുണ്ടോ? അതോ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ടോ? ഫുൾ ടൈം ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് അറ്റൻഷൻ ക്രേവ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും സംഭവിച്ചാൽ പോലും നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നതായിട്ടോ, ഇതൊക്കെ കാരണം നിങ്ങൾക്ക് ഡ്രെയിൻഡും എക്സോസ്റ്റഡും കൺഫ്യൂസ്ഡുമായിട്ട് ഫീൽ ആവുന്നുണ്ടോ? എന്നാൽ ഇന്ന് നമുക്കറിയാൻ ശ്രമിക്കാം എന്തായിരിക്കും ഇങ്ങനത്തെ ഒരു ബിഹേവിയറൽ പാറ്റേണിൻ്റെ പുറകിലുള്ള യഥാർത്ഥ കാരണമെന്ന്. എന്നാൽ ഇങ്ങനത്തെ ബിഹേവിയറൽ പാറ്റേണിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേരാണ് നാർസിസിസം. ഗൂഗിളിൽ വെറുതെ അടിച്ചു നോക്കുക, നാർസിസിസ്റ്റ് ഇൻ മലയാളം എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന റിസൾട്ടാണ് അവനവൻ്റെ ഗുണങ്ങളിൽ മതിമറന്ന് ജീവിക്കുന്നവർ എന്ന്. പക്ഷെ നമുക്ക് അത്ര സിമ്പിളായിട്ട് ഒരു സെൻറ്റൻസിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നൊരു ടേം അല്ല നാർസിസിസം അല്ലെങ്കിൽ നാർസിസിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി ഒരു ബ്രോഡർ ആൻഡ് കൂടുതൽ കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ട്രൈ ചെയ്യാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്താണ് നാർസിസിസം, എന്താണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആൻഡ് അവരുടെ കൂടെ ജീവിക്കുന്നവർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്, ആൻഡ് നമ്മൾ എന്തെങ്കിലും സ്റ്റെപ്സ് എടുക്കണോ, അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ബേസിക്സിൽ നിന്നും തുടങ്ങാം. നാർസിസിസം ഒരു ബ്രോഡ് സ്പെക്ട്രമിൽ പെടുന്ന ഒരു കോൺസെപ്റ്റാണ്. ആ സ്പെക്ട്രത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ ആയിട്ട് സെൽഫ് ഫോക്കസ്ഡ് ആൻഡ് സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് അവിടെ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതിൻ്റെ എക്സ്ട്രീമിലേക്ക് കടക്കുമ്പോഴാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ വരുന്നത്. എങ്ങനെയാണ് ഒരാൾക്ക് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കേണ്ടതിനെ കുറിച്ച് നമുക്ക് സിംറ്റംസ് നോക്കാം. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ കോർ സിംറ്റംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സിംറ്റംസ് നമ്മൾ നോക്കുന്നത് DSMൻ്റെ അക്കോർഡിംഗ് ആണ്. DSM എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഫോർ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്. അതിനകത്ത് പറയുന്നതിനനുസരിച്ച് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 9 സിംറ്റംസിൽ നിന്നും അറ്റ്ലീസ്റ്റ് 5 സിംറ്റംസ് എങ്കിലും അവർ ഷോക്കേസ് ചെയ്തിരിക്കണം. അതിൽ ആദ്യത്തെ സിംറ്റമാണ് ഗ്രാൻഡിയോസ് സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ അവരവരുടെ അച്ചീവ്മെൻറ്റ്സിനെയും ടാലൻറ്റിനെയും ഒക്കെ ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് ആ ടാലൻറ്റും അച്ചീവ്മെൻറ്റ്സും ഉണ്ടായിരിക്കാം, പക്ഷേ എത്രയാണോ ഉള്ളത് അതിനെക്കാട്ടും കൂടുതൽ അവർ അച്ചീവ് ചെയ്തു, അവരത്ര സ്പെഷ്യലാണ് എന്ന രീതിയിൽ അവരെപ്പോഴും എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവരെപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുക അവരെല്ലാവരും ഭയങ്കര സുപ്പീരിയർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന്. അടുത്ത സിംറ്റമാണ് പ്രീ ഓക്യുപ്പേഷൻ വിത്ത് ഫാൻറ്റസീസ് ഓഫ് ലവ്, സക്സസ്, പവർ, ബ്രില്യൻസ്. ഇതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരെപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക അവർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള സക്സസ് വരും, അവർ ബ്രില്യൻസിൻ്റെ പീക്കിലെത്തും, അവർ ഭയങ്കര പവർഫുള്ളായിരിക്കും, എല്ലാവരും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ആൻഡ് അവരുടെ റിലേഷൻഷിപ്സൊക്കെ വളരെയധികം ഐഡിയൽ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആയിരിക്കും എന്ന രീതിയിൽ അവരെപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. അടുത്ത സിംറ്റമാണ് ബിലീഫ് ഇൻ ബീയിങ് സ്പെഷ്യൽ ആൻഡ് യുണീക്ക്. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾക്ക് എപ്പോഴും തോന്നുക അവരെ മനസ്സിലാക്കാനും അവർക്ക് അസോസിയേറ്റ് ചെയ്യാനും പറ്റുന്നത് ഓൺലി വളരെയധികം ഹൈ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടോ മാത്രമാണ്. ബിക്കോസ് അവർക്ക് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുക അവർ വേറെ ലെവലാണ്, അവർക്ക് ഈ വെറുതെ ലോ ക്ലാസ് ഉള്ള ആൾക്കാരുമായിട്ടൊന്നും ഡീൽ ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ അവർക്ക് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും. ഞാൻ നേരത്തെ നോക്കിയതുപോലെ ഇവർക്ക് ഇവരുടെ ടാലൻറ്റിൻ്റെ പുറത്ത് അച്ചീവ്മെൻറ്റ്സിൻ്റെ പുറത്തൊക്കെ ഭയങ്കര അധികം കോൺഫിഡൻസും അതെന്തോ ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്തു എന്ന രീതിയിൽ ഒരു തോട്ട് ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവർക്ക് കിട്ടിയ അച്ചീവ്മെൻറ്റ്സോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റസോ ആയിരിക്കില്ല, ഇവർക്കുള്ള എല്ലാ ഫാക്ടേഴ്സും ഇവരെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവരുടെ ഉള്ളിൽ നിന്നും ഇവർ ഭയങ്കര സ്പെഷ്യലാണ്. അതിൽ നമുക്കിപ്പം ജാതി, മതം, ജെൻഡർ എന്ന രീതിയിലുള്ള എല്ലാ ഫാക്ടേഴ്സ് പോലും വളരെയധികം അഹങ്കാരത്തോടു കൂടി കൊണ്ട് നടക്കുന്ന ഒരു ട്രേറ്റ് ഇവരുടെ ഉള്ളിൽ ഉണ്ടാവാം. ഇതൊരു സിംറ്റമാണ് നീഡ് ഫോർ കോൺസ്റ്റൻറ്റ് അഡ്മിറേഷൻ അല്ലെങ്കിൽ എക്സസീവ് അഡ്മിറേഷൻ. എപ്പോഴും ഈ ആൾക്കാർക്ക് തോന്നിക്കൊണ്ടിരിക്കുക എല്ലാവരും അവരെങ്ങനെ പുകഴ്ത്തി പറയണം, ആൻഡ് അവർക്ക് ഫുൾ അറ്റൻഷൻ, എല്ലാവരുടെ അറ്റൻഷനും അവർക്ക് വേണം എന്നവർ ഭയങ്കരമായിട്ട് കൊതിക്കും. ഫോർ എക്സാമ്പിൾ, വേറൊരാളെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫങ്ഷൻ ഓർഗനൈസ് ചെയ്തു, അവിടെ ഈ പേഴ്സണും ഉണ്ട്. പക്ഷേ ആ പേഴ്സൺ എന്താ ചെയ്യുക, ആർക്ക് വേണ്ടിയാണോ ആ ഫങ്ഷൻ ഓർഗനൈസ് ചെയ്തത്
ആ ആളെക്കാട്ടും കൂടുതൽ അറ്റൻഷൻ ഈ പുള്ളിക്ക് കിട്ടാനായിട്ട് പുള്ളിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, പുള്ളി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു, ഞാൻ ഇത്ര എഫേർട്സ് ഇട്ടു, അങ്ങനെ സ്വന്തമായിട്ട് പറഞ്ഞ് വേറുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുക നിങ്ങളെന്ത് കിടിലമാണ്, നിങ്ങൾ സൂപ്പറാണ്. അടുത്തൊരു സിംറ്റമാണ് സെൻസ് ഓഫ് എൻറ്റൈറ്റിൽമെൻറ്റ്. അവരെപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുക അവർക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള, ഭയങ്കര ഫേവറബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാവരും കൊടുക്കണം, എല്ലാവരും അവർ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യണം, ആൻഡ് അവരുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് എല്ലാവരും പെരുമാറണം, എല്ലാവരും അവരിങ്ങനെ കംപ്ലയൻ്റ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം എന്ന രീതിയിൽ. ഫോർ എക്സാമ്പിൾ, ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി ഒരു ബാങ്കിലേക്ക് പോവുകയാണ്. അവിടെ നീണ്ട ക്യൂ ആണ്. പക്ഷെ ആ വ്യക്തി ഒരിക്കലും ആ ക്യൂ പാലിച്ച് അവിടെ നിന്ന് ചാൻസ് വരുമ്പോഴത്തേക്കും കോൺടാക്റ്റ് ചെയ്യാം എന്ന രീതിയിൽ വെയിറ്റ് ചെയ്യില്ല. ആ വ്യക്തി എന്താ ചെയ്യുക, ഒന്നില്ല ക്യാഷ് കൗണ്ടറിലോട്ട് പോവും, അല്ലെങ്കിൽ മാനേജറിൻ്റെ അടുത്തോട്ട് പോവും, ആൻഡ് പറയുക ഞാൻ വളരെയധികം ബിസി ആയിട്ടുള്ളൊരു ഓഫീസറാണ്, എനിക്കിവിടെ ക്യൂവിൽ നിന്ന് സമയം കളയാനില്ല, നിങ്ങൾ എൻ്റെ കാര്യങ്ങൾ ഇപ്പം തന്നെ ചെയ്തു തരണം. ആൻഡ് അവരെന്താണ് എക്സ്പെക്റ്റ് ചെയ്യുക, ഇത് കേട്ടതും അവർ ഈ കാര്യങ്ങളൊക്കെ അയാൾക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കുക. അടുത്ത സിംറ്റമാണ് ഇന്റർപേഴ്സണലി എക്സ്പ്ലോയിറ്റേറ്റീവ് ബിഹേവിയർ. ഇതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഗോൾ അച്ചീവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബോസ്, നിങ്ങളെ കൊണ്ട് ഓവർ ടൈം പണിയെടുപ്പിക്കുന്നു, നിങ്ങളുടെ റെഗുലർ ആയിട്ടുള്ള ടാസ്ക് ആൻഡ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ടാസ്ക് അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്നാലും നിങ്ങൾക്ക് എക്സ്ട്രാ ടാസ്ക് തരുന്നു. ആൻഡ് ഇതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ബോസിന് സ്വന്തമായിട്ട് അപ്രിസിയേഷൻ നേടണം ഹയർ അതോറിറ്റീസിൽ നിന്നും. അതിനായിട്ട് നിങ്ങൾ ഓവർ ടൈം വർക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് എക്സ്ട്രാ മണി കിട്ടുന്നുണ്ടോ, അതൊന്നും ഒരു വിഷയമല്ല. സ്വന്തമായിട്ട് അപ്രിസിയേഷൻ ആൻഡ് ആ ഒരു ലെവലിൽ എത്തണം. ഞങ്ങൾ എന്തിനാ ഇങ്ങനെ വളർത്തണം? അച്ഛന്റെ തല്ല് കൊള്ളാൻ, അതോ അച്ഛന് വേണ്ടി പോയി തല്ലുണ്ടാക്കാനോ? അടുത്തൊരു സിംറ്റമാണ് ലാക്ക് ഓഫ് എംപതി. ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് പറ്റുന്നുണ്ടാവില്ല വേറൊരാളുടെ വിഷമം അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ്, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ. ഫോർ എക്സാമ്പിൾ, നമ്മളിങ്ങനെ പറയില്ലേ, ഇയാൾക്ക് ഒന്നും മനസ്സിലാവില്ല, നിങ്ങൾ സങ്കടപ്പെട്ടാലോ നിങ്ങൾ വിഷമിച്ചാലോ ഒന്നും ഒരു വിഷയമല്ല. അതാണ് ലാക്ക് ഓഫ് എംപതി. ഞാൻ ഇവിടെ കിടന്ന് വലിക്കണത് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് നീ ഇത് പറയുന്നുണ്ടല്ലോ, നിനക്ക് എന്താടി ഇവിടെ അത്ര വലിയ ജോലി? ഒരു സിംറ്റമാണ് envy of others and a belief that others are envious of them. എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഇവരുടെ സ്റ്റേറ്റസിന് മുകളിലുള്ളവരുടെ അടുത്ത് ഇവർക്ക് അസൂയ തോന്നാം, അല്ലെങ്കിൽ ഇവരുടെ സ്റ്റേറ്റസിന് താഴെ ഉള്ളവർക്ക് ഇവരുടെ അടുത്ത് അസൂയാണ്, ഞാൻ അത്ര കിടലായതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ അടുത്ത് അസൂയാണ് എന്നൊരു തോന്നൽ. അടുത്തൊരു സിംറ്റമാണ് ആരോഗൻറ്റ് ബിഹേവിയർ ഓർ ആറ്റിറ്റ്യൂഡ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഫുൾ ടൈം തോന്നിക്കൊണ്ടിരിക്കും ലൈക്ക് അവർ സുപ്പീരിയറാണ്, ആൻഡ് അത് കാരണം അവർ ഭയങ്കര സുപ്പീരിയറായിട്ട് എല്ലാവരുടെ അടുത്തും പെരുമാറുക ആൻഡ് ഭയങ്കര കോണ്ടസെൻഡിങ് ആയിട്ട് ബിഹേവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിനക്കൊക്കെ എന്തറിയാം, ഞാൻ പറയുന്ന വല്ലതും മനസ്സിലാവുമോ, ആ സ്റ്റാൻഡേർഡിലൊന്നും അല്ലല്ലോ, അങ്ങനത്തെ രീതിയിൽ എപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കും. അപ്പം അവരിങ്ങനെ പെരുമാറാനായിട്ട് അവരുടെ ഉള്ളിൽ ഉള്ള ഒരു തോട്ട് എന്തായിരിക്കും എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും തോന്നുക എല്ലാത്തിനെക്കുറിച്ചും ആധികാരികമായിട്ട് അറിയുന്നതും അറിവുള്ളതും IQ ലെവലും ഒക്കെ എനിക്ക് മാത്രമേ ഉള്ളൂ, എന്നെപ്പോലെ എല്ലാത്തിനെക്കുറിച്ചും ഇത്രയും കറക്റ്റ് ഒപ്പീനിയൻ ഉള്ള ഒരാൾ എൻ്റെ ചുറ്റിനും ഇല്ല എന്നുള്ളൊരു തോന്നൽ. ഈ 9 ട്രേറ്റ്സും കേട്ടു, ഇതിൽ നിന്നും 5 ട്രേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് ഉണ്ട്, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്നുള്ള സിംറ്റംസ് ഉണ്ടെന്ന് പറയാം. പക്ഷേ ഈ സിംറ്റംസോ ട്രേറ്റ്സോ ഉണ്ട് എന്നതുകൊണ്ട് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് പറയാൻ പറ്റില്ല. ഈ സിംറ്റംസ് കാരണം ഈ പേഴ്സണിന് സ്വന്തമായിട്ട് ഫീൽ ചെയ്യണം, ഒരു ഡിസ്ട്രെസ് ഉണ്ട്, എൻ്റെ ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്നു, എൻ്റെ സോഷ്യൽ ലൈഫിനെ ബാധിക്കുന്നു, എൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്സിനെ ബാധിക്കുന്നു എന്ന രീതിയിൽ തോന്നി ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അടുത്ത് പോയി ഈ സിംറ്റംസിനെ കുറിച്ചും ഈ ഡിസ്ട്രെസ്സിനെ കുറിച്ചും എംപയർമെൻറ്റ്സിനെ കുറിച്ചുമൊക്കെ സംസാരിച്ച് ആ പ്രൊഫഷണൽ പ്രോപ്പർ ഡയഗ്നോസിസ് നടത്തി പറഞ്ഞു കൊടുത്താൽ മാത്രമേ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ പേഴ്സണിന്. അല്ലാതെ ഈ സിംറ്റംസ് ഉണ്ടെന്ന് നമുക്ക് തോന്നിയാൽ പോലും നമുക്ക് അയാളുടെ അടുത്ത് പോയിട്ട് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന്.
നമ്മളിപ്പോൾ ഈ കേട്ട പെർസിസ്റ്റൻറ്റും വളരെയധികം പെർവേസീവായിട്ടുള്ള ബിഹേവിയറൽ പാറ്റേണിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. പുറത്തുനിന്ന് നോക്കുമ്പം വളരെയധികം ആരോഗ്യൻറ്റ് ആൻഡ് കോൺഫിഡൻറ്റ് ആൻഡ് അവരുടെ അച്ചീവ്മെൻറ്റ്സിൻ്റെ പുറത്തൊക്കെ വളരെയധികം അഹങ്കരിക്കുന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും അവർക്കുണ്ടാവുക. പക്ഷേ ഇതിൽ നിന്നും നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ വളരെ ലോലമായ ഒരു സെൽഫ് എസ്റ്റീം ആയിരിക്കാം. അവരുടെ ഈ ഒരു ഇന്നർ സെൽഫില്ലേ അത് വളരെയധികം വൾണറബിൾ ആയിരിക്കാം. ആൻഡ് ഈ വൾണറബിൾ ഫ്രജൈലായിട്ടുള്ള ഒരു സെൽഫ് എസ്റ്റീമിൻ്റെ പുറമേ ഒരു കോട്ടമതിൽ പോലെ കെട്ടിയിരിക്കുന്ന ഒരു ആരോഗ്യൻറ്റ് ബിഹേവിയറാണ് നമുക്ക് പുറത്തു നിന്നും കാണാൻ കിട്ടുന്നത്. നമ്മളിതൊക്കെ കേട്ടു. നമുക്ക് ജെന്യുവനായിട്ട് തോന്നാവുന്ന ഒരു ഡൗട്ടാണ്, നമ്മളുടെ ലൈഫിൽ ഇങ്ങനെ ഈ ട്രേറ്റ്സൊക്കെ കാണിക്കുന്നു എന്ന് നമുക്ക് ഡൗട്ടുള്ള ഒരാൾ അയാൾ സെൽഫ് കോൺഫിഡൻ്റ് ആണോ അതോ ഇനി നാർസിസിസ്റ്റ് ആണോ എന്ന് നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്കൊരു എക്സാമ്പിളിലൂടെ അത് നോക്കാം. ഒരു സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ, അയാൾക്ക് പ്രമോഷൻ കിട്ടി. അയാൾ പ്രമോഷൻ പാർട്ടി ഓർഗനൈസ് ചെയ്തു. ആ പാർട്ടിയിൽ അയാളുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്ന കേട്ട് സന്തോഷിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് എന്ന രീതിയിൽ പെരുമാറും. വേറുള്ളവരുടെ എഫേർട്സിനെയൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യും, സപ്പോർട്ടിനെ അപ്രിഷ്യേറ്റ് ചെയ്യും, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ആൻഡ് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും മെൻറ്റർഷിപ്പ് വേണം, സജഷൻസ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ അതൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കും. അതേ സമയത്ത് ഇതിപ്പോൾ ഒരു നാർസിസിസ്റ്റിക് പേഴ്സൺ ആണ് അങ്ങനത്തെ ഒരു പാർട്ടി ഓർഗനൈസ് ചെയ്യുന്നത് എങ്കിൽ അയാൾ ആ പ്രൊമോഷൻ പാർട്ടിയിൽ എന്തിനെക്കുറിച്ചായിരിക്കും സംസാരിക്കാൻ? ഞാൻ ഇത്രയും എഫേർട്സ് ഇട്ടു, എൻ്റെ ടാലൻറ്റ്, എൻ്റെ അച്ചീവ്മെൻറ്റ് എല്ലാം ഞാൻ കാരണമാണ്. വേറുള്ളവരുടെ എഫേർട്സ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ചൊന്നും മെൻഷൻ ചെയ്യാൻ അവർ നിൽക്കില്ല. കാരണം അവർക്ക് ലൈം ലൈറ്റ് വേണം, അറ്റൻഷൻ വേണം, അപ്രിസിയേഷൻ വേണം, എല്ലാം അവർക്ക് മാത്രമായിട്ട് വേണം. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിലാണ് നാർസിസിസം ഷോ അപ്പ് ചെയ്യുക എന്നത്. ആദ്യത്തേതാണ് ഗ്രാൻഡിയോസ് നാർസിസിസം. നമ്മൾ നേരത്തെ പറഞ്ഞതും കേട്ടതും പോലെയൊക്കെ ഞാനാണെല്ലാം, ഞാനാണ് കിടിലം, എൻ്റെ അച്ചീവ്മെൻറ്റ്സ് കണ്ടോ, ഞാൻ എത്രത്തോളം ഹൈ സ്റ്റേറ്റസിലാണ് ഉള്ളത്, എല്ലാവരും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യൂ, എല്ലാവരും എനിക്ക് വേണ്ടി എല്ലാം ഒരുക്കി തരൂ എന്ന രീതിയിൽ പുറത്ത് എക്സ്പ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൻഡ് ഷോ അപ്പ് ചെയ്യുന്ന രീതിയാണ് ഗ്രാൻഡിയോസ് നാർസിസിസം. അടുത്തൊരു ടൈപ്പ് നാർസിസിസമാണ് കോവേർട്ട് നാർസിസിസം. ഇത് നമുക്കത്ര ഈസി ആയിട്ട് പുറത്ത് നോക്കി ഇയാൾക്ക് നാർസിസിസം ഉണ്ടാവാം എന്ന രീതിയിൽ നമുക്ക് പിൻ പോയിൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം പുറത്തു നിന്നും അയാൾ പുറമേ കാണിക്കുന്ന ഒരു ബിഹേവിയർ ചിലപ്പോൾ കുറച്ച് ഷൈ, കുറച്ച് ഇൻട്രോവേർട്ട് എന്ന രീതിയിലൊക്കെ ആയിരിക്കാം. ഒരു പാവം. ഇവിടെ കുറച്ച് പേര്, അടുക്കളയിൽ കുറച്ച് പേര്, ആ പരിപാടി ഇനി വേണ്ട, നമ്മളെല്ലാവരും ഒരുമിച്ച് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കും, ഒരു കുടുംബം പോലെ. പക്ഷെ ഡീപ്പ് ഡൗൺ അയാളുടെ ഉള്ളിൽ ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ടാവും, എല്ലാവരും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണം, എനിക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് തരണം, ഞാൻ അത്രത്തോളം സ്പെഷ്യൽ അല്ലേ എന്ന രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻസ് അയാളുടെ ഉള്ളിലുണ്ടാവും. കോവേർട്ട് നാർസിസിസം ഉള്ള ആൾക്കാർ ആക്ച്വലി അവർക്ക് ക്രിറ്റിസിസംസ് തീരെ താങ്ങാൻ പറ്റില്ല. അവർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ഇങ്ങനൊരു ക്രിറ്റിസിസം വരുമ്പോഴായിരിക്കും അവരുടെ ഉള്ളിൽ നിന്നും ഈ നാർസിസിസ്റ്റിക് ട്രേറ്റ്സ് പുറത്തേക്ക് വരിക. അപ്പോഴായിരിക്കും നമുക്ക് ക്ലിയർലി ഒബ്സർവ് ചെയ്യാൻ പറ്റുക അവരുടെ ഉള്ളിലെ നാർസിസിസം. അടുത്തൊരു രീതിയാണ് മാലിഗ്നന്റ് നാർസിസിസം. ഇത് കുറച്ചും കൂടി ഒരു എക്സ്ട്രീം ഫോം ഓഫ് നാർസിസിസമാണ്. ഇതിനകത്ത് എഗ്രഷൻ കാണിക്കാം, അവർക്ക് വളരെയധികം കൺട്രോൾ ചെയ്യാനുള്ള ടെൻഡൻസി ഭയങ്കര അധികം കൂടുതലായിരിക്കും, മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു പാർട്ട്ണർ അയാളുടെ പാർട്ട്ണറിനെ ചീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദി ഓപ്പോസിറ്റ് പാർട്ട്ണർ വന്ന് ചോദിക്കുമ്പോൾ പറയുക, ഞാനല്ല, നീയാണ് എന്നെ ചീറ്റ് ചെയ്യുന്നത്, ആൻഡ് ഞാൻ ചീറ്റ് ചെയ്യുന്നു എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ പോലും അത് നിൻ്റെ കുറ്റമാണ്, നിൻ്റെ കുറവ് കാരണമാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത് എന്ന രീതിയിൽ ഗ്യാസ് ലൈറ്റ് ചെയ്ത് വിടുക. അങ്ങനത്തെ രീതിയിലെ മാനിപ്പുലേഷൻസൊക്കെ മാലിഗ്നന്റ് നാർസിസിസത്തിൽ നമുക്ക് കാണാൻ കിട്ടും. അടുത്തൊരു രീതിയാണ് കമ്മ്യൂണൽ നാർസിസിസം. ഇതിൽ നമുക്ക് പുറമേൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നാം ഈ ഒരു പേഴ്സൺ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തൊക്കെ പ്രവർത്തികളാണ് നടത്തുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു എന്ന രീതിയിൽ അയാൾ പുറത്തു നിന്നും കാണിക്കാം. അയാളുടെ കഴിവിൻ്റെ പരമാവധി അയാൾക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് മാത്രമായിരിക്കും അയാൾ ചെയ്യുക. ആൻഡ് അങ്ങനെ പുറമേ നിന്ന് നമുക്ക് നോക്കുമ്പോൾ വാവ്, ഇയാൾ സൂപ്പറാണ്, എന്ത് നന്നായിട്ടാണ് നമ്മളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നൊക്കെ തോന്നി നമ്മൾ അയാളുടെ അടുത്ത് പോയി അയാളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ആൻഡ് ആ പേഴ്സണ് വേണ്ടതും അത് തന്നെയാണ്. ഇങ്ങനെ എല്ലാവരും വന്ന് ആ പേഴ്സണെ അപ്രിഷ്യേറ്റ് ചെയ്യണം. അങ്ങനെ ആ അപ്രിസിയേഷൻസും അയാൾ സൂപ്പറാണ് എന്നെല്ലാവരും പറയുന്നതും എല്ലാം കേട്ട് അയാളുടെ സെൽഫ് വർത്തിനെ എങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകണം. അതാണ് കമ്മ്യൂണൽ നാർസിസിസമിലുള്ളത്.
ഇനി നമുക്ക് നോക്കാം, ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളുടെ കൂടെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് എത്രത്തോളം ചാലഞ്ചിങ് ആണെന്ന്. കാരണം ഫുൾ ടൈം തോന്നിക്കൊണ്ടിരിക്കും നമ്മളൊരു ഇമോഷണൽ റോളർ കോസ്റ്ററിലാണോ, എപ്പോഴെങ്ങനെ റിയാക്ട് ചെയ്യും, എന്ത് പറഞ്ഞാലാണ് ഇഷ്ടപ്പെടാതിരിക്കുക, പൊട്ടിത്തെറിക്കുകയോ, അങ്ങനെ ഫുൾ ടൈം ആ ടെൻഷൻ തന്നെ മുന്നോട്ട് പോവുക. ഇത് വളരെയധികം എക്സോസ്റ്റിംഗ് ആണ്, കൺഫ്യൂസിങ് ആണ്. ആൻഡ് മോസ്റ്റ്ലി അവരെന്താ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോൺവെർസേഷൻസിനെയും ഡോമിനേറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും അവരെക്കുറിച്ച് മാത്രമാക്കി മാറ്റുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണലി വൾണറബിളോ ലോ ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നീ നിങ്ങളെ ബ്ലെയിം ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനെ അഡ്രസ്സ് ചെയ്യാതെ വെറുതെ അങ്ങ് ഡിസ്മിസ് ചെയ്ത് വിടുക. നിങ്ങളൊരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളുടെ കൂടെ റിലേഷൻഷിപ്പിലുള്ള ആണെങ്കിൽ നിങ്ങളെ എപ്പോഴും അവർ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും അതൊന്നും ഇനഫ് അല്ല എന്ന്. നമ്മളിപ്പം ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ നാർസിസിസ്റ്റിക് ട്രേറ്റ് ഉള്ള ഒരാൾ ആൻഡ് അയാളുടെ പാർട്ട്ണർ രണ്ടുപേരും കൂടി ഒരു ഹോട്ടലിൽ പോയി ഒരു ഡിഷ് കഴിച്ച് നോക്കി. അത് അയാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആൻഡ് ആ പാർട്ട്ണറിൻ്റെ അടുത്ത് പറഞ്ഞു എന്ത് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ട്ണർക്ക് പിന്നീട് ഒരു ദിവസം തോന്നി ഞാൻ ഈ ഡിഷ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന രീതിയിൽ ഇവർ കുറേ എഫേർട്സ് ഇട്ട് കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് ഈ ഡിഷ് ഒന്ന് ഉണ്ടാക്കി നോക്കി, കഴിച്ച് നോക്കി, നല്ല സൂപ്പറാണെന്ന് തോന്നിയിട്ട് ഇയാളുടെ അടുത്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇയാൾ പറയണം അന്ന് കഴിച്ചതിൻ്റെ അത്ര ഒന്നും വന്നിട്ടില്ല, ഇതിനെന്താ ടേസ്റ്റ് ഉള്ളത്, ഒട്ടും കൊള്ളില്ല എന്ന് പറഞ്ഞ് അതിനെ കഴിക്കാതിരിക്കുക. ആ സമയത്ത് അയാൾക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമല്ലായിരുന്നു ഇവർ എഫേർട്സ് ഇട്ടു, ഇത്രത്തോളം അയാളെ സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ ട്രൈ ചെയ്തില്ലേ, അതിനൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു നാർസിസിസ്റ്റിക് ട്രേറ്റ് ഉള്ള ഒരാൾ അതിനൊന്നും അപ്രിഷ്യേറ്റ് ചെയ്യില്ല ആൻഡ് വെറുതെ അങ്ങ് ഇവരെ ഡിസ്മിസ് ഓഫ് ചെയ്ത് വിടുക. ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് വളരെ കുറവ് ആൾക്കാരിലാണ്. അതിന് കാരണം ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഈ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉള്ളവർ കുറവായതുകൊണ്ടല്ല, പക്ഷേ ഇവർക്ക് തന്നെ തോന്നും ഇവരേറ്റവും പെർഫെക്റ്റാണ്, ഇവരേറ്റവും കിടിലമാണ്, ഇവരുടെ ഉള്ളിൽ എന്താണ് പ്രശ്നമുള്ളത് എന്ന രീതിയിൽ തോന്നി. അങ്ങനെ ഒരു തോന്നുന്ന ഒരാൾ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഞാൻ കാരണമാണ് ഈ നടക്കുന്ന പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പിലാവാം, വർക്കിലാവാം, അല്ലെങ്കിൽ അവരുടെ അല്ലാത്ത സോഷ്യൽ ലൈഫിലാവാം, ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ കാരണമാണ് എന്നവർ ആക്സെപ്റ്റ് ചെയ്യില്ല. ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഡിസ്ട്രെസ് ഉണ്ട്, ഇമ്പയർമെൻറ്റ്സ് ഉണ്ട് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പോലും അവർ മറ്റുള്ളവരെ ആയിരിക്കും ബ്ലെയിം ചെയ്യുക. വേറുള്ളവർ കാരണമാണ് എനിക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന രീതിയിലായിരിക്കും അവർ ബ്ലെയിം ചെയ്യുക. ശരി, ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ എൻ്റെ ഉള്ളിലായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം എന്ന് തോന്നി അവർ തെറപ്പിക്ക് പോയാൽ പോലും അവർ തെറപ്പിയിൽ ഓപ്പൺ അപ്പ് ചെയ്യാൻ വളരെയധികം റെസിസ്റ്റൻസ് കാണിക്കും. കാരണം അവർക്ക് പേടിയാണ് അവരുടെ ഈ വൾണറബിളായിട്ടുള്ള സൈഡ്, അവരുടെ വൾണറബിലിറ്റി മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കുക. കാരണം അതൊക്കെ അവരുടെ ഉള്ളിലെ ആ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യും. അത് അവരുടെ സെൽഫ് ഐഡൻറ്റിറ്റി, അവരുടെ ഒരു എക്സിസ്റ്റൻസിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലായിരിക്കും. അതപ്പോൾ അവർക്ക് ഭയങ്കര അധികം പേടി ജനറേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ നാർസിസിസമിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ കേട്ടു, മനസ്സിലാക്കി. ആൻഡ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യം എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ലൈഫിൽ ഇങ്ങനൊരു നാർസിസിസ്റ്റിക് ട്രേറ്റ് കാണിക്കുന്ന ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. അത് ചിലപ്പോൾ നമ്മുടെ അമ്മയാവാം, അച്ഛനാവാം, പാർട്ട്ണറായിരിക്കാം, കോ വർക്കേഴ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ആരുമായിരിക്കാം. ഇത് കാരണം ചിലപ്പോൾ നമ്മൾ വളരെയധികം ഇമോഷണൽ എക്സോഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ലോ സെൽഫ് എസ്റ്റീം അങ്ങനത്തെ പല രീതിയിലെ ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതിനെക്കുറിച്ച് ഈ നാർസിസിസമിനെ കുറിച്ച് ഒരു അവെയർനെസ്, ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ ബുദ്ധിമുട്ടുകൾ ഈ ബിഹേവിയറൽ പാറ്റേൺ കാരണമാണ്, നമ്മളത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു, ആൻഡ് നമ്മൾ പ്രോപ്പർ ഹെൽപ്പ് സീക്ക് ചെയ്യണം, അല്ലെങ്കിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം എന്ന രീതിയിലൊക്കെ ഒരു അവെയർനെസ് ബിൽഡായി പ്രോപ്പർ ഒരു സപ്പോർട്ട് നമുക്ക് നേടാൻ പറ്റുള്ളൂ. ആൻഡ് ഇനിയൊരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ നാർസിസിസ്റ്റിക് ആൾക്കാരുമായിട്ട് നമ്മൾക്ക് എങ്ങനെ ബൗണ്ടറീസ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാം, എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ച്. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നിരിക്കാം. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നാർസിസിസമിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് ഇത് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുമായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് ഇങ്ങനത്തെ മോർ കോണ്ടൻറ്റിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you so much. Bye-bye. Take care.